ആവശ്യത്തിന് ഉറക്കം കിട്ടിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നാറുണ്ടോ? അത് സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്നതാണെന്ന് കരുതരുത്. മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞു പോകുന്നത് കൊണ്ടാകാം. നമ്മുടെ ശരീരത്തിലെ ഊർജ്ജനില ക്രമീകരിക്കുന്നതിൽ അയൺ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഇരുമ്പടങ്ങിയ ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനാണ് ശരീരത്തിലുടനീളം ഓക്സിജൻ എത്തിക്കുന്നത്. ഇരുമ്പിന്റെ അഭാവം ഓക്സിജൻ വഹിക്കുന്ന ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്കും ബാധിക്കും. ഇത് ക്ഷീണം, ബലഹീനത, തലകറക്കം എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ ആർത്തവമുള്ള സ്ത്രീകൾ, ഗർഭിണികൾ, സസ്യാഹാരികൾ, ചില രോഗാവസ്ഥകൾ ഉള്ളവർ എന്നിവർക്ക് ഇരുമ്പിന്റെ അഭാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചികിത്സിച്ചില്ലെങ്കിൽ ഇത് വിളർച്ചയിലേക്ക് നയിക്കാം. വിളറിയ ചർമ്മം, തണുത്ത കൈകാലുകൾ, ഐസ് കഴിക്കണമെന്ന അസാധാരണ ആസക്തി എന്നിവയാണ് ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന വിളർച്ചയുടെ ലക്ഷണങ്ങൾ. ഇരുമ്പിന്റെ അഭാവം ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനം ജീവിതശൈലി ആരോഗ്യമാക്കുക എന്നതാണ്. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളോ സപ്ലിമെന്റുകളോ കഴിക്കാം. കൂടാതെ അതിൽ വിറ്റമിൻ സി ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. വിറ്റമിൻ സി ഇരുമ്പ് കൂടുതൽ ആഗിരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം വർദ്ധിപ്പിക്കാൻ ഇരുമ്പടങ്ങിയ ഇലക്കറികൾ, പയറുവർഗ്ഗം, ഈന്തപ്പഴം, മാതള നാരങ്ങ തുടങ്ങിയവ ധാരാളം കഴിക്കണം. ഇത് ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. നിങ്ങളുടെ പ്രായം, ലിംഗം എന്നിവയെ ആശ്രയിച്ചാണ് ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് തീരുമാനിക്കുന്നത്. മുതിർന്ന പുരുഷന്മാരിൽ ഇരുമ്പിന്റെ അംശം 8 മില്ലിഗ്രാം മതിയെങ്കിൽ സ്ത്രീകളിൽ അത് 18 മില്ലിഗ്രാം ആവശ്യമാണ്. ചായ, കാപ്പി എന്നിവയ്ക്കൊപ്പം ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം കുറയ്ക്കാൻ കാരണമാകും. ചായയിലും കാപ്പിയിലും ഒരുപോലെ അടങ്ങിയ കഫീനും ടാനിനും ഇരുമ്പിന്റെ ആഗിരണം കുറയ്ക്കും. ജപ്പാൻ ജേണലായ ക്ലിനിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ചായ കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം 36%, കാപ്പി കുടിക്കുന്നത് കൊണ്ട് ഇരുമ്പിന്റെ ആഗിരണം 62% കുറയുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.